ഇല്ലേ? നമുക്ക് വേഗം പരിപാടി എടുക്കാൻ ഓക്കെ. എങ്ങനെയുണ്ട്? ടീച്ചർ ഉണ്ടാവുന്നത് ഇഷ്ടപ്പെട്ടോ? 20th ദിവസം എല്ലാവരും തിയേറ്ററിൽ പോവോ? ടിക്കറ്റ് എത്ര പേര് എടുത്തു? ബാക്കി ആൾക്കാർ അടിപൊളി. ഒരുപാട് പേർക്ക് അറിയില്ലെങ്കിൽ ബുക്ക് മൈ ഷോയിൽ ഇപ്പോൾ ഓണാണ്, ടിക്കറ്റ് ഓൺ. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. സോ 20-ാം തീയതി റിലീസ് ആവുന്നത്. അപ്പൊ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ കാണത്തില്ലേ? നൈസ്. എന്താണ് മാർക്കോ ടീമിനടുത്ത് ചോദിക്കാനുള്ളത്? കേൾക്കുന്നില്ല. നമ്മൾ കേൾക്കുന്നുണ്ടോ? റിയൽ മാർക്കോ പുള്ളിക്കാരൻ കുറച്ച് തിരക്കുകളാണ്. ബിക്കോസ് ആ റിയൽ മാർക്കോനെ നിങ്ങളുടെ മുമ്പിലൊക്കെ കൊണ്ടുവരാനുള്ള പണിപ്പുരയാണ്. സോ അതുകൊണ്ട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെല്ലാവരും തിയേറ്ററിൽ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിൽ കാണാൻ വേണ്ടി വർക്കിംഗ് ഹാർഡ് ഓൺ ദാറ്റ്. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് ഞാൻ എല്ലാവരും തന്നെ. അതല്ലെങ്കിൽ യു വുഡ് ഹാവ് ബീൻ ഹിയർ. ഓക്കെ ഓക്കെ നൈസ്. ദിസ് ധ്രുവ. ധ്രുവയുടെ ഒരു കോളേജ് സ്കൂളിലെ ടീച്ചറാണ് ആൽവിൻ സർ. ആൽവിൻ സർ എവിടെയാണ്? പുള്ളിക്കാരൻ്റെ സ്റ്റുഡൻ്റാണ്. അപ്പൊ ഈ സിനിമയിൽ ആദ്യമായിട്ട് ഡെബ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പുള്ളിക്കാരൻ ധ്രുവ ആൻഡ് ഇഷാൻ. ഇഷാന്റെ ഡെബ്യൂ ആണ് ഈ സിനിമയിൽ. സോ ഒരു 2 വാക്ക് സംസാരിക്കാൻ ഞാൻ ധ്രുവയുടെ അടുത്ത് കൊടുക്കും. Watch the movie with your family and friends. Maximum support and love and encouragement. And this film truly deserves all the love and support from you. So thank you so much. I love movie man. Thank you. നമസ്കാരം. ഇത് എൻ്റെ ഡെബ്യൂ പെർഫോമൻസ് ആണല്ല, ഇത് എൻ്റെയും ഡെബ്യൂ പ്രൊമോഷനിലൊക്കെയാണ്. അപ്പോൾ എനിക്ക് അത്രയും സന്തോഷമാണ്. താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട്. ഈ ഡിസംബർ 20-ാം തീയതി ഇത് നമ്മൾ മൂന്നുപേരെ ഹാർഡ് വർക്ക് മാത്രമല്ല, ഒരുപാട് പേര് ഹാർഡ് വർക്കാണ്. പ്രത്യേകിച്ച് നമ്മുടെ പ്രൊഡ്യൂസർ മിസ്റ്റർ ഷെരീഫ് മോഹൻ, നമ്മുടെ ഡയറക്ടർ ഹനീഫ ബിൻ, നിങ്ങളെല്ലാവരും മാർക്കോ മുന്നിൽ പോകുന്നുണ്ട്. നിങ്ങൾ ഇതുവരെ കാണിച്ച സപ്പോർട്ട്, നമ്മുടെ മ്യൂസിക്കും പോസ്റ്ററും ടീച്ചറും എല്ലാം റിലീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അത്രയും സപ്പോർട്ട് കാണിച്ചത്, അതേ സപ്പോർട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ പടം റിലീസ് ആകുമ്പോൾ. അപ്പോൾ എല്ലാവരും ഏറ്റവും പെട്ടെന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യുക, മാർക്ക് പോയി കാണാം. നിങ്ങൾക്ക് പടം ഇഷ്ടപ്പെട്ട ഒരു പ്രാവശ്യം മാത്രമല്ല, ഒരു പ്രാവശ്യം 2 പ്രാവശ്യം 3 പ്രാവശ്യം കാണാം. ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി മലയാള സിനിമയിൽ ഫസ്റ്റ് ടൈം ഇങ്ങനൊരു ആസ്തറ്റിക്, ഇങ്ങനൊരു മേക്കിംഗ് ആണെന്ന് വിശ്വസിക്കുന്നത്. അപ്പോൾ ഹോപ്പ്ഫുള്ളി യു എൻജോയ് ദ മൂവീസ്. താങ്ക് യു സോ മച്ച്. So, Reshik, did you feel anything different? വേറെ അന്യഭാഷ ചിത്രങ്ങളിൽ കാണുന്ന പോയപ്പോൾ ഫീൽ തോന്നിയോ? വെറൈറ്റി തോന്നി. പിന്നെ വേറെ എന്താണ് ഇഷ്ടപ്പെട്ടത്? ബിക്കോസ് നമ്മൾ എപ്പോഴും ഒരു ഓഡിയനായിട്ടാണ് സിനിമ കാണുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഈ സിനിമയുടെ പ്രൊഡ്യൂസർ ഷെരീഫ് മോഹൻ എൻ്റെ ജ്യേഷ്ഠ സ്ഥാനത്തോട് പുള്ളിയാണ്. അപ്പൊ പുള്ളിക്കാരൻ എപ്പോഴും ഒരു ഓഡിയൻസ് ഒരു
what do you feel watching the teaser? Something to look forward to, action-packed ആണ്. ഒന്ന് മെയിനായിട്ട് എനിക്ക് തോന്നുന്നു. Okay, അപ്പോൾ അതെന്തായാലും ഉണ്ടാകും. So it's going to be a theatrical experience, cinematic experience ആയിട്ടുള്ള ഒരു ഗംഭീര സിനിമയാകും for you to look forward. And നിങ്ങൾ തന്നെ സിനിമ തിയേറ്ററിൽ പോയി അങ്ങനെ കാണുമ്പോഴാണ് you can feel how different is that. Okay? Thank you. Yeah. അല്ല അങ്ങനെയാണല്ലോ പറയുന്നത് ടീച്ചറിലൊക്കെ സർട്ടിഫിക്കറ്റ് കഴിക്കും. കുറച്ച് വയലൻസ് ഉള്ള സിനിമയാണ്. സോ മലയാളത്തിൽ അങ്ങനെ ഒരു സിനിമ നമുക്ക് ഇതൊരു ബെഞ്ച് മാർക്കായിട്ട് ചെയ്യാൻ പറ്റട്ടെ എന്നുള്ള രീതിയിൽ എല്ലാവരും സപ്പോൾ ടീം എല്ലാവരും അതിനു വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ്സ് എ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ്, ഇറ്റ്സ് എ സിനിമാറ്റിക് എക്സ്പീരിയൻസ് എന്ന് പറയും. സോ യു വോണ്ട് ബി ഡിസപ്പോയിന്റഡ് എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഒരു കാര്യം കൂടി. ഇതിലൂടെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ള കാര്യം നമ്മൾ മലയാളികളല്ലേ കൊണ്ടുപോകണം, അല്ലേ അല്ലേ? So അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Let this be a benchmark for a Malayalam movie, Malayalam industry എന്ന് വിചാരിക്കാം.